ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജസാസ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതേപോലത്തെ ബേഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ബേഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബഡ്സിൻ്റെ ഈ ഒരു സ്പോഞ്ച് വരുന്ന പോർഷനൊക്കെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 എണ്ണം ഇതേപോലെ പെറ്റൽസ് ആക്കിയിട്ട് ഒരു ഫ്ലവറിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ബഡ്സ് എടുത്തിട്ട് ഈ ഒരു സ്പോഞ്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പെറ്റൽസൊക്കെ ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. ഇനി നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പെറ്റൽസിലും അതുപോലെ നടുവിലൊക്കെ ആയിട്ട് കുറച്ച് പെയിൻസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തുള്ളൊരു ചെറിയൊരു ഫ്ലവർ വേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് തെർമാക്കോളൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.